അതിന് അവൻ അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാൻ ഒരു നിയമമുണ്ടാക്കുന്നു, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിനു മുൻപാകെ ഞാൻ ചെയ്യും. നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും. ഹല്ലേലൂയ. മനുഷ്യൻ പറഞ്ഞാൽ വാക്കുകൾ മാറിപ്പോകും. ആമേൻ. പത്രത്തിൽ വരുന്ന വാക്കുകൾക്ക് മാറ്റമുണ്ടാകും. അധികാരികൾ പറഞ്ഞ വാക്കുകൾ മാറ്റി പറയും. എന്നാൽ ഇന്ന് വരെയും ആമേൻ അപ്പൻ പറഞ്ഞ വാക്കിന് മാറ്റമില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും സാധ്യതകളും സാഹചര്യങ്ങളും മാറിയാലും ദൈവം പറഞ്ഞ വാക്കുകൾക്ക് മാറ്റമില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. നാം ഓരോരുത്തർക്കും ദൈവം ഒരു നിയമം ചെയ്തിട്ടുണ്ട്. നമ്മെ സന്ദർശിച്ച ദൈവം നമ്മുടെ അടുത്ത് വന്ന് കരം തന്ന നമ്മോടൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ദൈവമക്കൾ അതിനെ ഓർക്കണം. ഹല്ലേലൂയ. അത് ഇതുവരെ അനുഭവിച്ചിട്ടില്ല എങ്കിൽ ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ ദൈവികമായ ഒരു സന്ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹോരേബിൽ വെച്ച മോശയ്ക്ക് ഒരു സന്ദർശനമുണ്ടായതുപോലെ, സീനായി പർവ്വതത്തിൽ വെച്ച ഒരു സന്ദർശനമുണ്ടായതുപോലെ, ആമേൻ, ദൈവവചനം വളരെ പ്രധാനപ്പെട്ടത്. ദൈവവചനം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിങ്ങോട്ട് നോക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ആമേൻ. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വിടുതലിൻ്റെ ദൂത് ദൈവം പറയുമ്പോൾ അത് ഏറ്റെടുക്കാതെ പോയാൽ നഷ്ടം എനിക്കല്ല, നിങ്ങൾക്ക് മാത്രമാണ്. ഹല്ലേലൂയ. കാടപ്പക്ഷിയെ മരുഭൂമിയിൽ വെച്ച് ജനത്തിന് ദൈവം കൊടുത്തപ്പോൾ ആമേൻ ബാർബിക്യൂ ഒന്നും ഉണ്ടാക്കി ദൈവം കൊടുത്തില്ല. ആമേൻ. ഹല്ലേലൂയ. KFC ആയിട്ടുണ്ടാക്കി കൊടുത്തില്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. മരുഭൂമിയിൽ കാടപ്പക്ഷിയെ കൊടുത്തപ്പോൾ അവരുടെ തലയുടെ മീതെ 3 അടി പൊക്കത്തിൽ അത് പറന്നു നിന്നു. ആവശ്യമുള്ളവൻ എടുക്കണം, കഴിക്കണം. ഇന്ന് പകൽക്കാലം ദൈവം തരുന്ന ആലോചനകളും വചനങ്ങളും ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ വെളിപ്പെടുമ്പോൾ എനിക്കുള്ള ദൂതാണെന്ന് ആര് ചാടിപ്പിടിക്കുന്നോ അവരതിനെ അവകാശമാക്കും. ചിലർ കാഴ്ചക്കാരായിട്ട് ജീവിക്കും. 30 വർഷം 40 വർഷം വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഒരു നന്മ പോലും പ്രാപിക്കാത്ത മനുഷ്യരെയും കാണാൻ പറ്റും. ഒരു വിടുതലുമില്ലാത്തവർ, വന്നപ്പോഴും ചത്തപ്പോഴും ഒരുപോലെ ഉള്ളവർ. എന്നാൽ ഹല്ലേലൂയ മാറ്റം സംഭവിക്കണമെങ്കിൽ പറയുന്ന വചനം കേൾക്കണം. ദൈവവുമായി ഒരു ബന്ധമുണ്ടായി ദൈവികമായ ഹല്ലേലൂയ ഉടമ്പടിയിലേക്ക് നാം കടന്നു വരുന്നെങ്കിൽ ജീവിതത്തെ കർത്താവ് ആകപ്പാടെ മാറ്റും. ആമേൻ. ഈ പകൽക്കാലം ദൈവാത്മാവിൽ പറയട്ടെ, നിന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത, നിന്റെ നിലവുകളിൽ വന്നിട്ടില്ലാത്ത, നമ്മെക്കുറിച്ച് നാം നനയ്ക്കാത്ത, നമ്മുടെ മാതാപിതാക്കൾ നനയ്ക്കാത്ത, നമ്മുടെ കൂട്ടുകാർ നനയ്ക്കാത്ത, കൂടപ്പിറപ്പുകൾ നനയ്ക്കാത്ത, ആമേൻ, എത്ര അധികമായി ഉയർത്തുവാൻ കഴിയുമോ അത്രയ്ക്ക് ഒരു മനുഷ്യനെ മാനിക്കുവാൻ ദൈവത്തിന് കഴിയും. അതിന് വിശ്വാസമുണ്ടാകണം. ഹല്ലേലൂയ. ആട്ടിടയനായി സകലതും നഷ്ടപ്പെട്ടവനായി ഇനി ഒരു ജീവിതമില്ല, ഇനി ഒരു മടക്കിപ്പോക്കില്ല എന്ന് ചിന്തിച്ച മോശയെ മരുഭൂമിയിൽ കർത്താവ് സന്ദർശിച്ചു. അവൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, ദ എൻകൗണ്ടർ വിത്ത് ഗാഡ്, ദൈവവുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുക. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ എനിക്കുള്ള ദൂത എന്ന് പറഞ്ഞ് അത് ഏറ്റെടുക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. സ്വത്ര സഭയിൽ വന്നിരുന്ന് കസാര തേച്ചിട്ട് പോയത് കൊണ്ട് കാര്യമില്ല. സഭയിൽ വന്ന് കാണിക്ക കൊടുത്തിട്ട് പോയത് വലിയ കാര്യമൊന്നുമില്ല. സഭയിൽ വന്ന് ഹല്ലേലൂയ പറഞ്ഞിട്ട് പോയത് കാര്യമില്ല. സഭയിൽ വന്ന് ബൈബിൾ വായിച്ചിട്ട് പോയതും കാര്യമില്ല. സഭയിൽ വന്ന് വചനം പറഞ്ഞതോ അല്ലെങ്കിൽ സാക്ഷ്യം പറഞ്ഞതോ കൊണ്ടൊന്നായില്ല. ദൈവവുമായി ഒരു വ്യക്തിബന്ധം. ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ നടക്കുന്നതായ ഒരു അനുഭവം. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ദൈവം ആമേൻ എന്നോട് കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കത്തക്ക നിലയിൽ 24 മണിക്കൂറും ദൈവത്തെ കാണുന്ന, ദർശിക്കുന്ന ഒരു അനുഭവം. ജോബ് പറഞ്ഞതുപോലെ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. എൻ്റെ തോല് മുതലായവ അഴുകിപ്പോയാലും അന്യ കണ്ണുകൊണ്ടല്ല, എൻ്റെ സ്വന്തം കണ്ടു ഞാൻ അവനെ കാണും. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു.
ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഹല്ലേലൂയ. ഈ വചനത്തെ അതുപോലെ ഏറ്റെടുത്തുകൊണ്ട് ഇത് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതാണെന്ന് ആര് വിശ്വസിക്കുന്നവരുടെ ജീവിതം മാറും, അവരുടെ കുടുംബത്തിന് മാറ്റമുണ്ടാകും. അവൻ കർത്താവ് വിളിച്ചു പറയുകയാണ്, മോശയോട് ഉടമ്പടി ചെയ്തിട്ട് നിയമം ചെയ്തിട്ട് ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഞാൻ നിന്റെ മുൻപിൽ ചെയ്യും. നിന്നോട് കൂടെ ഇരിക്കുന്ന സകല ജനവും അതിനെ കാണും. നിന്റെ കൂടെ സഹവാസം ചെയ്തു വരുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും. ഹല്ലേലൂയ. ഈ 2024 മെയ് മാസം, ഹല്ലേലൂയ, പുതിയ ഒരു വർഷത്തിലേക്ക് സഭ കാലെടുത്ത് വെച്ചിരിക്കുമ്പോൾ സഭയാം കുടുംബത്തിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ആഴമായ ഒരു ദൂതാണ്. ആമേൻ. ഹല്ലേലൂയ. ഈ ദേശത്തെങ്ങും സംഭവിച്ചിട്ടില്ല, ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വ ജനത്തിന് മുൻപാകെ ഞാൻ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ആലയത്തിൽ ആരാധനയിൽ പങ്കെടുക്കുന്ന സകലരും കാണത്തക്ക നിലയിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഒരു യോസേപ്പിനെ ദൈവം ഉയർത്തിയപ്പോൾ രഹസ്യത്തിലല്ല ഉയർത്തിയത്, പരസ്യത്തിൽ ഉയർത്തി. ഒരു എസ്തറിനെ ഉയർത്തിയപ്പോൾ രഹസ്യത്തിലല്ല ഉയർത്തിയത്, പരസ്യത്തിൽ അവളെ ഉയർത്തി. ഒരു മൊർദെഖായെ ദൈവം മാനിച്ചപ്പോൾ രഹസ്യത്തിലല്ല, പരസ്യത്തിൽ ദൈവം വെളിപ്പെടുത്തി. അങ്ങനെയെങ്കിൽ അന്തരംഗത്തിൽ നീ കരയുമ്പോൾ, അന്തരംഗത്തിൽ നിന്റെ കഥകടച്ച മുറിക്കകത്ത് മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അവൻ ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് സകല ജനവും കാണുക, ദേശമൊക്കെ കാണുക, പരസ്യമായി ദൈവം ചില മറുപടികളെ നൽകും. എന്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല, യഹോവയ്ക്ക് കഴിയാത്ത കാര്യങ്ങളില്ല. ഹല്ലേലൂയ. ചിലരെ ആമേൻ, ഹല്ലേലൂയ, ദേശത്തിന്റെ നടുവിൽ, ചിലരെ ലോകത്തിന്റെ നടുവിൽ, ചിലരെ ആമേൻ സ്വന്തക്കാരുടെ നടുവിൽ, കൂട്ടുകാരുടെ നടുവിൽ മാനഭംഗം ചെയ്ത് ചിലരെ ഹല്ലേലൂയ ഒറ്റപ്പെടുത്തി പരസ്യ കോലമാക്കി നിന്നിച്ച് കെട്ടിയെങ്കിൽ ഹല്ലേലൂയ തകർന്നു പോകരുത്, തകർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ സംഭവിച്ച തകർച്ചയെ കണ്ടിട്ട് നീ പരാജയപ്പെട്ട് നിൽക്കരുത്. എന്തിനെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കരുത്. ആമേൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീഴുന്നത് തീരല്ല, കരങ്ങളിലാ വീഴുന്നത് തീരല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ചില പ്രതികൂലത്തിന്റെ നടുവിൽ, ചില വെല്ലുവിളികളുടെ നടുവിൽ, ചില രോഗത്തിന്റെ നടുവിൽ, ആമേൻ, ചില നിന്ദനകളുടെ നടുവിൽ മറുപടി പറയുവാൻ വാക്കുകളില്ലാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരാം.
അബ്രഹാമും ഇസഹാക്കും തമ്മിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പനെ നോക്കി ചോദിച്ചു, കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, എന്നാൽ യാഗത്തിനുള്ള യാഗവസ്തു എവിടെ? ആമേൻ. ഹല്ലേലൂയ. വ്യക്തമായി നാം ചിന്തിച്ചാൽ അവിടെ അബ്രഹാമിനും മറുപടിയില്ല. ചങ്ക് പിടയ്ക്കുകയാണ്, ഹൃദയം പൊട്ടുകയാണ്. ആ വേദനയോട് അപ്പൻ പറഞ്ഞു, ആമേൻ. ഹല്ലേലൂയ. നിന്ദയുടെ വാക്കുകളല്ല പറഞ്ഞത്, ആമേൻ. ഹല്ലേലൂയ. സംശയത്തിന്റെ വാക്കുകളല്ല പറഞ്ഞത്, ക്ഷീണിപ്പിക്കുന്ന വാക്കുകളെല്ലാം പറഞ്ഞത്, മുറിവേൽപ്പിക്കുന്ന വാക്കല്ല അപ്പൻ പറഞ്ഞത്. അപ്പൻ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. ഹല്ലേലൂയ. യഹോവ കരുതിക്കൊള്ളും. ഹല്ലേലൂയ. ശദ്രക്ക്, മേശക്ക്, ആബേദ്നെഗോ 3 യൗവനക്കാരെ അവയെ വലിച്ചെടുത്ത് തീയിലേക്ക് കൊണ്ടുവന്ന് ഇടുന്ന സമയം വരുന്നു. അവർക്ക് മറുപടിയില്ല. രാജാവിന്റെ ചോദ്യത്തിന് മുൻപാകെ അവർ ഒറ്റ ഉത്തരമേ പറഞ്ഞുള്ളൂ, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കുവാൻ ശക്തനാണ്. ആമേൻ. ഞങ്ങൾക്ക് അറിയത്തില്ല അവൻ വിടുവിക്കുമോ ഇല്ലയോ എന്ന്. എന്നെ വിടുവിക്കുവാൻ അവന് മനസ്സുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഒന്ന് നിശ്ചയമായി പറയാം, രാജാവേ, അവൻ ഈ തീയിൽ നിന്ന് ഞങ്ങളുടെ ദൈവം വിടുവിച്ചാലും ഇല്ലെങ്കിലും, അതായത് ഈ തീക്കകത്ത് വീണ് ഞാൻ കരിഞ്ഞ് ചാരമായി പോയാലും നീ നിർത്തിയ ആ ബിംബത്തെ ഞാൻ നമസ്കരിക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആ വാക്കിന് മുൻപാകെ, ആമേൻ, ആ വാക്ക് പറഞ്ഞപ്പോൾ ലോകം കണ്ടിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. ഒരുപക്ഷെ കൂടി നിൽക്കുന്ന വലിയ പുരുഷാരമെല്ലാം ചിന്തിച്ചു, ആമേൻ, തീക്കകത്ത് ഇവൻ വീഴും, ആമേൻ, ഇവൻ കരുകിച്ചാരമായി പോകും. എൻ്റെ ബൈബിൾ വ്യക്തമായി പറയുന്നു, ശദ്രക്കിനെയും മേശക്കിനെയും ആബേദ്നെഗോയും പിടിച്ചു കെട്ടി തീക്കകത്ത് ഇടുവാൻ കൊണ്ടുപോയവർ തീയുടെ അടുത്ത് പോയപ്പോൾ, കരുകിച്ചാരമായി പോയപ്പോൾ, തീക്കകത്ത് വീണവനെ എല്ലാവരും കാണുക, ജനമൊക്കെയും കാണുക, സകല നിവാസികളും കാണത്തക്ക നിലയിൽ ഭൂമിയിലെങ്ങും എവിടെയും ചെയ്തിട്ടില്ലാത്ത ഒരു അത്ഭുതം ദൈവം അവർക്ക് വേണ്ടി ചെയ്തു. ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഒരുപക്ഷെ നീ നിന്ദിക്കപ്പെട്ടെന്ന് വരാം, അവൻ ചെയ്യാത്ത കുറ്റത്തിന് പേര് കേട്ടെന്ന് വരാം. ഹല്ലേലൂയ. പോത്തിഫാറിന്റെ വീട്ടിൽ ആമേൻ തെളിവ് സഹിതം യോസേപ്പിനെ കാണിച്ചു കൊടുത്തു പോത്തിഫാറിന്റെ ഭാര്യ. ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ കോടതിയാണെങ്കിൽ തൊണ്ടി കിട്ടിയാൽ ആമേൻ ഹല്ലേലൂയ 100% ശിക്ഷിക്കും. അങ്ങനെയെങ്കിൽ യോസേപ്പിന്റെ വസ്ത്രം പോത്തിഫാറിന്റെ ഭാര്യയുടെ കയ്യിലുണ്ട്, തൊണ്ടി സഹിതം. അവൾ പറഞ്ഞു, ആമേൻ, ഇവൻ എന്നെ ആമേൻ പീഡിപ്പിക്കുവാൻ വന്നു, ഇവൻ എന്നെ മാനഭംഗം ചെയ്യുവാൻ വന്നു. ചെയ്തിട്ടില്ല, ചെയ്യാത്തതിന് ആമേൻ തെറ്റ് ചെയ്തവൻ ആമേൻ സന്തോഷമായിരിക്കുന്നു, തെറ്റ് ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടുന്നു. ഇന്നത്തെ ലോകം അത് തന്നെയാണ്. ആമേൻ. ചെയ്യാത്ത കുറ്റത്തിന് പലരും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പല കുടുംബങ്ങളും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ചെയ്യാത്ത കുറ്റത്തിന് വേദന അനുഭവിക്കുമ്പോൾ, പറയാത്ത വാക്ക് നിമിത്തം പലരും നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ, പ്രിയ ദൈവ പൈതലേ, കലങ്ങരുത്, ഭാരപ്പെടരുത്. ആമേൻ. എൻ്റെ നാമം നിമിത്തം നിന്നെ ദോഷമായി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അതിനെ സഹിക്കുവാൻ, അതിനെ ക്ഷമിക്കുവാൻ, അതിനെ മറക്കുവാനുള്ള മനസ്സ് ദൈവം നൽകുമാറാകട്ടെ. ആ മനസ്സുണ്ടെങ്കിൽ ഇത് ദൈവം കാണും. ഒരു ദിവസം ഉടമ്പടി ചെയ്തവൻ ഇറങ്ങി വന്നിട്ട് പറയും, ഭൂമിയിൽ എവിടെയും ഒരു ജനത്തിന് മുൻപാകെ ചെയ്തിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ഞാൻ നിന്റെ ജനമൊക്കെ കാണുക ചെയ്യും. ഓ, നിന്നോട് സഹവാസം ചെയ്യുന്നവർ, യോ ജോസഫേ, നിന്റെ കൂടെ സഹവാസം ചെയ്ത ജയിലറയിൽ കിടന്നവർ അത് കാണും.
നിന്നെ പൊട്ടക്കിണറ്റിലിട്ട സഹോദരന്മാർ കാണും. നിന്റെ വസ്ത്ര കയ്യിലെടുത്ത് സാക്ഷി പറഞ്ഞ പോത്തിഫാറിന്റെ ഭാര്യ അതിനെ കാണും. നിന്റെ തകർച്ച കാണുവാൻ കൊതിച്ചവരുടെ മുൻപ് നിന്റെ ഉയർച്ച ദൈവം കാണിച്ചു തരും. ഈ 2024 തകർച്ച കാണുവാൻ കൊതിച്ച ശത്രുക്കളുടെ മുൻപായി ദൈവം മേശയൊരുക്കും. വീണ്ടും ദൈവാത്മാവിൽ പറയട്ടെ, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ. കാവൽക്കാരനായി ആമേൻ വീട്ടിന്റെ മുറ്റത്ത് ഇല്ല, അരമനയുടെ മുറ്റത്ത് ആമേൻ നിന്ദിക്കപ്പെട്ടവരായി, പരിഹസിക്കപ്പെട്ടവരായി, ഉപയോഗമില്ലാത്തവനായി ഒരു മനുഷ്യനിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹാമാനെ സല്യൂട്ട് ചെയ്തില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ അവനെ തകർക്കുവാൻ ഹാമാൻ പദ്ധതി ഒരുക്കി. ആമേൻ. നമ്മെ തകർക്കുവാൻ ശത്രു പദ്ധതി ഒരുക്കിയത് വലിയ വിഷയമൊന്നുമില്ല. ചിരിക്കാത്തത് കൊണ്ട് പദ്ധതി ഒരുക്കിയവരുണ്ട്. ആമേൻ. ഒന്ന് വന്ദനം ചെയ്യാത്തത് കൊണ്ട് തകർക്കുവാൻ പദ്ധതി ഒരുക്കിയവരുണ്ട്. ഒരു നല്ല സാരി ഉടുത്തത് കൊണ്ട് തകർക്കുവാൻ പദ്ധതി ഒരുക്കിയവരുണ്ട്. ആമേൻ. മക്കൾ ഹല്ലേലൂയ നല്ലൊരു സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയതുകൊണ്ട് തകർക്കണമെന്ന് പദ്ധതി ഒരുക്കിയവരുണ്ട്. നല്ല ഒരു ജോലി കിട്ടി എന്ന് ചിന്തിച്ചപ്പോൾ തകർക്കുവാൻ പദ്ധതി ഒരുക്കിയവരുണ്ട്. ഓ ശക്തമായി ഈ പകൽക്കാലം സഭ ഒന്ന് ഉണരട്ടെ, സഭ ശ്രദ്ധിക്കട്ടെ. കുഞ്ഞെ, നിനക്കൊരു നന്മ വന്നപ്പോൾ, നിനക്കൊരു അനുഗ്രഹം വന്നപ്പോൾ ചിലപ്പോൾ അത് സ്വന്തക്കാരായിരിക്കും, ചിലപ്പോൾ അത് സ്നേഹിതന്മാരായിരിക്കും, നിന്റെ കൂടെ നടക്കുന്നവരായിരിക്കും. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. ഹല്ലേലൂയ. ശൗല് കൊന്നത് 1000, ദാവീദ് കൊന്നത് 10,000 എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് മതി ആമേൻ ദാവീദിനെ തകർക്കുവാൻ. 21 പ്രാവശ്യം കുന്തമെടുത്ത് എറിയുവാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ ഒന്നും ചെയ്തിട്ടല്ല നീ വേദന അനുഭവിക്കുന്നത്. നീ ഒന്നും ഹല്ലേലൂയ ദോഷം ചെയ്തിട്ടല്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാല ഹൃദയത്തിന്റെ ആഴത്തെന്ന് പറയാമോ, ദൈവത്തെ സ്നേഹിക്കുന്ന എനിക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ട എനിക്ക്, ഓ ഹല്ലേലൂയ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ ദാതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ ദാതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ആമേൻ. ദൈവം അടിച്ചത് കൊണ്ട് നീ ചാകത്തില്ല. ഹല്ലേലൂയ. ശത്രു നിനക്കെതിരായി എഴുന്നേറ്റപ്പോഴും, വൈരികൾ നമുക്ക് വിരോധമായി എഴുന്നേറ്റപ്പോഴും, ഒരു സൈന്യം നമുക്ക് വിരോധമായി എഴുന്നേറ്റപ്പോഴും, ഹല്ലേലൂയ, ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുണ്ടാകാം, കർത്താവ് എവിടെ പോയി? എന്നോട് കൂടെ ദൈവമുണ്ടോ? എൻ്റെ കുടുംബത്തിൽ ദൈവമുണ്ടോ? എൻ്റെ സഭയിൽ ദൈവമുണ്ടോ? എൻ്റെ ജോലിയിൽ ദൈവമുണ്ടോ? ഗിദെയോൻ പറഞ്ഞതുപോലെ ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഹല്ലേലൂയ. 430 സംവത്സരം, 1-2 വർഷങ്ങളല്ല, 430 സംവത്സരങ്ങൾ മിസ്രൈമിൽ ഇസ്രായേൽ ജനം അടിമകളായി ജീവിച്ചു. 430 വർഷത്തിൽ ഭൂരിപക്ഷം കാലഘട്ടങ്ങളും തോരാത്ത കണ്ണുനീർ, ആഹാരമില്ല, നെറ്റിയിലെ വേർവ നിലത്ത് വീഴുവാൻ തക്കവണ്ണം കഷ്ടം അനുഭവിക്കുന്നു. രാവിലെ എഴുന്നേറ്റാൽ അടികൊള്ളണം, രാവിലെ എഴുന്നേറ്റാൽ ഉപദ്രവപ്പെടണം. ഹല്ലേലൂയ. കണ്ണുനീർ അവരുടെ ആഹാരമായി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ദൈവം കണ്ണുനീര് കാണുന്നവൻ, എൻ്റെ ദൈവം കണ്ണുനീര് കാണുന്നവൻ.
നിലവിളി കേൾക്കുന്നവൻ. ഹാഗാർ കരഞ്ഞപ്പോൾ പൈതൽ ഇരുന്ന സ്ഥലത്ത് അവൻ്റെ നിലവിളി ദൈവം കേട്ടു. ആമേൻ. ചില പൈതങ്ങളുടെ നിലവിളി ദൈവം കേൾക്കുന്നു. ചില കൊച്ചു പൈതങ്ങളുടെ നിലവിളി ദൈവം കേൾക്കുന്നു. ഹല്ലേലൂയ. ചില കൊച്ചു പൈതങ്ങളുടെ നിലവിളി എൻ്റെ അപ്പൻ കേൾക്കുന്നു. പകൽക്കാല ശക്തമായ ദൂത് ദൈവാത്മാവ് കൈമാറുകയാണ്. അവൻ നീ തനിച്ച് ആകത്തില്ല, നീ ഒറ്റപ്പെട്ടു പോകത്തില്ല, നിനക്ക് സഹായമില്ലാതെ പോകത്തില്ല. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി ഉറവ തുറക്കും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഉറവ തുറക്കും. ആരും അടയ്ക്കുവാൻ കഴിയാത്ത ചില ഉറവകൾ തലമുറകൾക്ക് വേണ്ടി ദൈവം തുറക്കും. തലമുറയ്ക്ക് വേണ്ടി ഉറവ തുറക്കുമെന്ന് ശക്തമായി ഈ പകൽക്കാലം ദൈവാത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. നിന്റെ തലമുറ മരിക്കത്തില്ല, നിന്റെ തലമുറയെ ദുഷ്ടൻ കൊണ്ടുപോകത്തില്ല, നിന്റെ തലമുറ മടങ്ങി വരും, നിന്റെ തലമുറ നശിച്ചു പോകത്തില്ല. ഓ ഹല്ലേലൂയ. ഞാൻ ബാല്യക്കാരനായിരുന്നു, ഞാൻ യൗവനക്കാരനായി മാറി. നീതിമാൻ കൈവിടപ്പെട്ടതിനെയും അവന്റെ സന്തതി അപ്പത്തിന് ഇരന്ന് വിശന്ന് നടക്കുന്നതും എൻ്റെ കണ്ണ് കണ്ടിട്ടില്ല. എത്ര പേർക്ക് മനസ്സിലായി? യോ ജീസസ്. ഹല്ലേലൂയ. മക്കളെ അടിമകളായി കൊണ്ടുപോകുവാൻ ശത്രു വാതിൽക്കൽ വന്ന് നിൽക്കുന്നു. പ്രവാചകന്റെ ഭാര്യയായ വിധവ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. ആ വിധവയ്ക്ക് മുൻപിൽ സഹായമായി ആരുമില്ല. അവൻ രാജാവ് സഹായിക്കുവാനില്ല, സ്വന്തക്കാർ സഹായിക്കുവാനില്ല, സ്നേഹിതന്മാരില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നല്ലായി ജീവിച്ചാൽ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാവരും അടുത്ത് വരും. എന്നാൽ കഷ്ടതയുടെ ദിവസത്തിൽ, കണ്ണുനീരിന്റെ ദിവസത്തിൽ കണ്ടവർ പോലും കാണാത്തതുപോലെ പോകും. ഹല്ലേലൂയ. എന്തിന്? യോബിന്റെ ജീവിതം അതല്ലേ? അവൻ നടന്നു പോയപ്പോൾ യൗവനക്കാർ എഴുന്നേറ്റ് നിൽക്കുമെന്ന്, മൂപ്പന്മാർ കയ്യും കെട്ടി വായിൽ കൈവച്ച് നിൽക്കുമെന്ന്. എന്നാൽ സ്വന്തം ഭാര്യയ്ക്ക് പോലും ഇന്ന് അറപ്പായി മാറി. ഹല്ലേലൂയ. തകർന്നു പോയാൽ ആർക്കും വേണ്ട. അവൻ പ്രവാചകന്റെ ഭാര്യയുടെ വീട്ടിൽ തകർച്ചയാണ്, കടമാണ്. അവൻ 2 മക്കളെ അടിമകളായി കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യം. അടിമകളായി കൊണ്ടുപോകുവാൻ വന്നിരിക്കുമ്പോൾ ആമേൻ സഹായിക്കുവാൻ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ, സഹായിക്കുവാൻ അപ്പൻ വന്നില്ല, കാരണം അപ്പനില്ല. അമ്മ വന്നില്ല, അമ്മ ഇല്ല. ആമേൻ ഭർത്താവ് വന്നില്ല, കാരണം ഭർത്താവുമില്ല. ഇനി കൂടപ്പറപ്പുകൾ ഉണ്ടോ എനിക്കറിയത്തില്ല. ആമേൻ കൂട്ടുവിശ്വാസികൾ ഉണ്ടോ എനിക്കറിയത്തില്ല. എന്നാൽ ബൈബിളിൽ കാണുന്നു ആരും അവിടെ ഇല്ല, ആരും വന്നിട്ടില്ല, സഹായിക്കുവാൻ ആരുമില്ല. ആ സഹോദരി തൻ്റെ വീട്ടിൽ മക്കളെ തനിച്ചാക്കിയിട്ട് ഓടിച്ചെന്നു എലിശാ പ്രവാചകൻ്റെ അടുത്ത്. എലിശാ പ്രവാചകൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ആമേൻ എൻ്റെ മക്കളെ അടിമകളായി കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്നു, അടിമകളായി കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്നു, എനിക്ക് സഹായിക്കണമേ. കാരണം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ ശക്തിയോടെ. ഹല്ലേലൂയ. ആമേൻ. നേരത്തെ കഴിഞ്ഞ മാസത്തിലും പറഞ്ഞു, ആമേൻ പാസ്റ്റർ സഹായിക്കുമെന്ന് സഹായത്തിന് വേണ്ടി പാസ്റ്ററിൻ്റെ അടുത്ത് വരരുത്. പള്ളി സഹായിക്കുമെന്ന് ചർച്ചിൽ വരരുത്. അപ്പൻ സഹായിക്കുമെന്ന് അപ്പൻ്റെ അടുത്ത് വരരുത്. അമ്മ സഹായിക്കുമെന്ന് അമ്മയെ അന്വേഷിച്ച് പോകണ്ട. ഹല്ലേലൂയ. ആവശ്യം വരുമ്പോൾ പുറത്തിറങ്ങി നിന്നിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് 2 കൈയും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി നോക്ക്. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയും നിർമ്മിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. പ്രവാചകന്റെ ഭാര്യയോട് അവൻ പ്രവാചകൻ പറഞ്ഞു, വീട്ടിൽ നിന്റെ പക്കൽ എന്തുണ്ട്? അടുത്തുള്ളവരെ തട്ടി പറഞ്ഞ്, നിന്റെ വിഷയത്തിന് പരിഹാരം നിന്റെ വീട്ടിൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. ഇന്നിവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളോടും പറയട്ടെ, നിങ്ങളുടെ അത്ഭുതം അമേരിക്കയിലല്ല, നിങ്ങളുടെ അത്ഭുതം കാനഡയിലല്ല,
നിങ്ങളുടെ അത്ഭുതം മെഡിക്കൽ കോളേജിലല്ല, നിങ്ങളുടെ അത്ഭുതം സ്റ്റേറ്റ് ബാങ്കിലല്ല, നിങ്ങളുടെ അത്ഭുതം LICയിലല്ല, നിങ്ങളുടെ അത്ഭുതം ജോലിയിലല്ല, നിങ്ങളുടെ അത്ഭുതം ഈ ലോകത്തിൽ എവിടെയുമല്ല, ഉന്നതന്മാരുടെ കയ്യിലല്ല. ആമേൻ. ഓരോരുത്തരുടെയും അത്ഭുതം, ഓരോരുത്തരുടെയും വിടുതൽ നിന്റെ വീട്ടിൻ്റെ അകത്ത് ദൈവം വച്ചിട്ടുണ്ട്, നിന്റെ കയ്യിൽ ദൈവം നൽകിയിട്ടുണ്ട്. അതൊന്ന് കാണുവാൻ, അതൊന്ന് മനസ്സിലാക്കുവാൻ ഈ പകൽക്കാല കർത്താവ് കണ്ണൊന്ന് തുറക്കുമാറാക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ പരിമിതപ്പെടുത്തരുത്, ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത്, ദൈവത്തെ ഇത്രയേ ഉള്ളൂ എന്ന് ആക്കരുത്. ആമേൻ. ഒരു ചെറിയ വീട് മതിയെന്ന് ചെറുതാക്കരുത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞ് ചെറുതാക്കി കളയരുത്. ആമേൻ. എൻ്റെ ദൈവം ആകാശത്തെയും ഭൂമിയും നിർമ്മിച്ച മഹാദൈവം, വലിയവനായ ദൈവം. ഹല്ലേലൂയ. എത്ര വലുതായി ദൈവത്തെ കാണുന്നു അത്ര വലുതായി ദൈവം അത്ഭുതം ചെയ്യും. പ്രതീക്ഷ എത്ര വലുതാണോ അത്രയ്ക്ക് ദൈവത്തിൻ്റെ അത്ഭുതം നടക്കും. പാത്രം എത്രയ്ക്ക് വലുതാണോ അത്രയ്ക്ക് നിറയും. പറഞ്ഞേ മനസ്സിലായോ? ഹല്ലേലൂയ. എണ്ണ നിറയ്ക്കുന്ന പാത്രം കപ്പെടുത്ത് വെച്ചാൽ അതിലേ നിറയത്തുള്ളൂ. കുടം വച്ചാൽ കുടത്തിൽ നിറയും, അണ്ട വച്ചാൽ അതിൽ നിറയും. ഇല്ല, വലിയ ഒരു ടാങ്ക് എടുത്ത് വെച്ചാൽ അതിലും നിറയും. ആഹാ, മനസ്സിലായോ വല്ലതും? ആമേൻ. വീട്ടിൽ എണ്ണ ഉണ്ട്, നിൻ്റെ കയ്യിൽ എണ്ണ ഉണ്ട്, അത് അല്പം എണ്ണ ഉണ്ട്. പ്രവാചകൻ പറഞ്ഞു വിട്ടു, പോയി വെറും പാത്രങ്ങളെ വാങ്ങിയിട്ട് നീയും നിൻ്റെ മക്കളും അകത്ത് കയറി നിന്ന് ആ വെറും പാത്രങ്ങളിലേക്ക് എണ്ണ ഊറ്റുക. ഹല്ലേലൂയ. മോശയോട് വാക്ക് പറഞ്ഞു, ഞാൻ നിന്നോട് നിയമം ചെയ്യുന്നു, ഭൂമിയിലെവിടെയും ഒരു ജാതിയുടെ ഇടയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യും. നിന്നോട് സഹവാസം ചെയ്തു പോകുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും. അങ്ങനെ കാണണമെങ്കിൽ മനസ്സ് വലുതാകണം. എന്നത് വലുതാകണം? ഇടുങ്ങിയ മനസ്സെങ്കിൽ എന്നെ ചെയ്യും? ഹല്ലേലൂയ. ഇടുങ്ങിയ മനസ്സ്. സ്തോത്രം. കീറിയ തുണി മതി എനിക്ക്, പഴയ തുണി മതി എനിക്ക്. ആമേൻ. പഴയത് മതി. ആമേൻ. സെക്കൻഡ് ഹാൻഡ് കാര്യം മതി. സെക്കൻഡ് ഹാൻഡ് മതി എന്ന് ചിന്തിച്ചാൽ സെക്കൻഡ് ഹാൻഡ് കിട്ടും. പുതിയത് വേണമെന്ന് ചിന്തിച്ചാൽ ആരോ മനസ്സിൽ പ്രാകുന്നുണ്ട്. പാസ്റ്റർക്ക് എന്നാ അറിയാം, പാസ്റ്റർക്ക് വേണമെങ്കിൽ മേടിക്കാം പുതിയത്, ഞങ്ങൾക്ക് പഴയത് കിട്ടിയാൽ മതി. നീ പഴയത് വച്ചോ, എനിക്കെന്നാ കുഴപ്പം? ഹല്ലേലൂയ. ജീവിതമെല്ലാം പഴയത് കൊടുത്തിട്ട് നടക്ക്. ഹല്ലേലൂയ. പുതിയത് തരുമെന്ന ദൈവം പറഞ്ഞേക്കുന്നത്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, പണ്ടേ ഉള്ളതിനെ ഓർക്കേണ്ട, പൂർവ്വമായി ഉള്ളതിനെ ചിന്തിക്കേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, മരുഭൂമിയിലെ വഴിയൊരുക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഞാനും പലപ്പോഴും പഴയത് മേടിച്ച ആളാ. ആമേൻ. പഴയ സ്പീക്കർ കിട്ടിയാൽ മേടിക്കും, പഴയ ബൈക്ക് കിട്ടിയാൽ മേടിക്കും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. സെക്കൻഡ് ഹാൻഡ് കിട്ടുന്നതെല്ലാം മേടിക്കും. 4 ദിവസം കഴിയുമ്പോൾ അത് പോകും. അത് കഴിഞ്ഞ് പുതിയത് വരുമ്പോൾ സ്തോത്രം പഴയത് പിന്നെയും ഒരു ഭാരമായി. ഇതിന് ചിലവാക്കിയ പൈസയും പോയി. ആര് പറഞ്ഞു നിന്നോട് സെക്കൻഡ് ഹാൻഡ് മേടിക്കാൻ? ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചീപ്പായത് നോക്കിയാണ് മേടിക്കുന്നത്, പോയി തിരഞ്ഞെടുത്ത്. ആമേൻ. സ്തോത്രം. കടയിൽ പോയാൽ വില കുറഞ്ഞത് മേടിക്കുന്നു. പാസ്റ്ററേ, അങ്ങനെയാ പാസ്റ്ററേ, ബഡ്ജറ്റ് നോക്കിയല്ലേ? നമ്മുടെ കണക്ക് കൂട്ടൽ നമ്മുടെ കയ്യിലുള്ളത് വെച്ചല്ല, എൻ്റെ അപ്പൻ്റെ കയ്യിലുള്ളത് വെച്ചൊന്ന് കൂട്ടിക്കേ. ആകാശം ദൈവം തുറക്കും. അതുകൊണ്ട് അനാവശ്യമായി ചിലവ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. കാണുന്നതെല്ലാം വലിച്ചു കൂട്ടി വാങ്ങി. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാം EMI ലോഡ് കണക്കിൽ വാങ്ങി വെച്ചിട്ട് ഒരു ഉപയോഗമില്ലാതെ ഇരിക്കുക ചിലതെല്ലാം. ഹല്ലേലൂയ. അവിടെ പോയപ്പോൾ കണ്ട്, കമ്പത്ത് പോയപ്പോൾ ഇത് ഉപയോഗമാകും, വാങ്ങി വീട്ടിൽ വച്ചു. കോട്ടയത്ത് പോയപ്പം കണ്ടു, ഇത് ഉപയോഗമാകും, വീട്ടിൽ വച്ചു. ആമേൻ. ഹല്ലേലൂയ. പാത്രക്കാരൻ റോട്ടിൽ കൂടെ നടന്നു പോയപ്പോൾ വന്നു വീട്ടിൽ. ആമേൻ. നല്ലതാ, വീട്ടിൽ വെച്ചാൽ കൊള്ളാം. ആമേൻ. ആവശ്യമില്ലാതെ പൈസ കൊടുത്ത് എല്ലാം മേടിച്ച് അകത്ത് കയറ്റി വെച്ചു. ആമേൻ. അന്ന് വച്ചത് തന്നെയാ, ഇന്ന് വരെ മാറ്റമില്ല. ആരാണ്ടോ പറഞ്ഞു, പാസ്റ്ററെ, ആമേൻ, വയറ് കുറയ്ക്കാൻ ഒരു മെഷീൻ മേടിച്ച് വെച്ചാൽ നല്ലതാ.
പല വീട്ടിലും മെഷീനും മേടിച്ച് വച്ചിട്ടുണ്ട്. ഇരുന്ന ഇടത്തിലല്ലാതെ അതിന് ഒരു ചലനവും സംഭവിച്ചിട്ടില്ല. ഇനി ഞാനും ഒരെണ്ണം മേടിച്ച് വെച്ച് എന്നാ പ്രയോജനം? മനസ്സിലായോ? ആവശ്യമില്ലാത്തത് വാങ്ങരുത്, ആവശ്യമില്ലാത്തതിന് പുറകെ പോകരുത്. ആമേൻ. ആളുകൾ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എനിക്ക് ആവശ്യമുള്ളതാണ് അപ്പാ, അപ്പം തരുമ്പോൾ ഞാൻ മേടിച്ചോളാം. അവൻ്റെ കയ്യിൽ ഹല്ലേലൂയ എല്ലാം ഉണ്ട്. കാത്തിരിക്കുക. ഉള്ളേ പോയി ആമേൻ നീയും നിൻ്റെ മക്കളും അകത്ത് കയറി വാതിലടച്ചു പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കുക. അടുത്തുള്ളവർ കൈ കൊടുത്ത് പറഞ്ഞ് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കുക. നമ്മളിത് കുറഞ്ഞത് മാറ്റി വെച്ച് ശീലിച്ചു പോയി. ഹല്ലേലൂയ. കർത്താവ് എന്താ പറഞ്ഞത്? നിറഞ്ഞത് മാറ്റി വയ്ക്ക്. 2024 പല ജീവിതങ്ങളെയും കർത്താവ് നിറയ്ക്കും. കുടുംബങ്ങളെ കർത്താവ് നിറയ്ക്കും. സഭയെ കർത്താവ് നിറയ്ക്കും. ഹല്ലേലൂയ. ജീവിതങ്ങളെ കർത്താവ് നിറയ്ക്കും. ശൂന്യമായി അതിനെ ദൈവം നിറയ്ക്കും. യേശുവിൻ്റെ പേര് തന്നെ എല്ലാറ്റാലും നിറയ്ക്കുന്നവൻ. നിറയ്ക്കാൻ കഴിവുള്ളവൻ. ഹൃദയത്തിൽ കൈവച്ച് പറഞ്ഞ് നിറയ്ക്കാൻ കഴിവുള്ളവൻ. പണ്ടകശാലകളെ ഒന്ന് പണി യോസേപ്പേ നീ വലുതാക്കി പണി. നീ എത്ര വലുതാക്കി പണിതാലും അതെല്ലാം ഞാൻ നിറയ്ക്കും. വീണ്ടും ചില പണ്ടകശാലകൾ നീ പണിയത്തക്ക നിലയിൽ ആമേൻ ഹല്ലേലൂയ നിറയ്ക്കും. അനുഗ്രഹിക്കുന്ന ദൈവം, സമർത്ഥമായി അനുഗ്രഹിക്കുന്ന ദൈവം, ഹല്ലേലൂയ നിറയ്ക്കുന്ന ദൈവം, ആത്മാവിൽ നിറയ്ക്കുന്ന ദൈവം, കൃപകളാൽ നിറയ്ക്കുന്ന ദൈവം, അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്ന ദൈവം, സന്തോഷത്താൽ നിറയ്ക്കുന്ന ദൈവം, സമാധാനത്താൽ നിറയ്ക്കുന്ന ദൈവം, തലയെ എണ്ണ കൊണ്ട് നിറയ്ക്കുന്ന ദൈവം, ആനന്ദ തൈല അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാല കരമുയർത്തി ഒന്ന് പറയണമേ, എന്നെ നിറയ്ക്കണമേ. മനുഷ്യന്റെ മുൻപിൽ പോയി പറയരുത്. മനുഷ്യന്റെ മുമ്പിൽ പോയി ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. ആമേൻ. ഹല്ലേലൂയ. ജീവിതത്തിലെ പ്രശ്നങ്ങളെ ലോകക്കാരോട് പറയരുത്. ആമേൻ. നീയും നിന്റെ മക്കളും അകത്ത് കയറ്. ആലയത്തിൻ്റെ അകത്ത് കയറ്. ആമേൻ. വീട്ടിൻ്റെ അകത്ത് കയറ്. പ്രാർത്ഥനാ മുറിയുടെ അകത്ത് കയറ്. ആമേൻ. അന്തരംഗങ്ങളെ കാണുന്ന, രഹസ്യങ്ങളെ കാണുന്ന, കുറവുകളെ കാണുന്ന, പരിഹരിക്കുവാൻ കഴിവുള്ള കർത്താവിന്റെ മുൻപിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ദൈവത്താൽ പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല. ഹല്ലേലൂയ. അതിന് പ്രവാചകൻ വീട്ടിൽ വരണ്ട. പ്രവാചകൻ അന്വേഷിച്ചു പോയത് നല്ലതാ, ദൂത് കേട്ടത് നല്ലതാ. കേട്ട ദൂതിന് മുൻപാകെ വീട്ടിൽ കയറിയിരുന്ന ദൂതിന്റെ നിവൃത്തീകരണത്തിന് വേണ്ടി അപ്പന്റെ സന്നിധിയിൽ ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കണം. 2024 ആമേൻ കേട്ട ദൂതുകൾ നിവർത്തിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറഞ്ഞാൽ എത്ര പേർ കുടുംബമായി വീട്ടിന്റെ അകത്ത് കയറി കഥകടച്ച് അപ്പന്റെ പാദപീഠത്തിൽ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തത്, ഭൂമിയിൽ ഒരു ജാതിയുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ലാത്തത് നിന്റെ ജനമൊക്കെ കാണുക, നിന്നോട് സഹവാസം ചെയ്തു വരുന്ന ജനമൊക്കെ കാണുക ഞാൻ ചെയ്യും. ഹല്ലേലൂയ. അടുത്തുള്ളവരെ നോക്കി പറഞ്ഞ് കഥക് പൂട്ടണം. എല്ലാവരോടും എല്ലാം പറയരുത്. ഹല്ലേലൂയ. ചിലർക്ക് 10 പേരോട് വിളിച്ച് പറഞ്ഞാലേ ഉറക്കം വരത്തുള്ളൂ. ആമേ. റോട്ടിൽ പോകുന്നവരോട് എൻ്റെ ഭർത്താവ് അടിച്ചു കേട്ടോ. ഹല്ലേലൂയ. അവൾ മനസ്സിച്ചിരിക്കും നിനക്ക് അടിയല്ല, നിനക്ക് ഇടിയും വേണമെന്ന്. ഹല്ലേലൂയ. ആമേൻ. എനിക്കത് നഷ്ടപ്പെട്ടു കേട്ടോ. അവനിങ്ങനെ പറഞ്ഞു കേട്ടോ. സ്തോത്രം. അകത്ത് പറയേണ്ടത് അകത്ത് പറ. ദൈവത്തോട് പറയേണ്ടത് ദൈവത്തോട് പറ. ഹല്ലേലൂയ. അവിശ്വാസിയുടെ അടുത്താണ് ചിലത് പോയി പറയുന്നത്. ഞാനിങ്ങനെ സ്വപ്നം കണ്ടു കേട്ടോ. സ്തോത്രം. അവൻ നല്ല ആലോചന പറഞ്ഞു തരില്ലേ? ഹല്ലേലൂയ. ആമേൻ.
ഐക്യം തെറ്റിയാൽ, കൂട്ടം തെറ്റിയാൽ, ബന്ധം തെറ്റിയാൽ ജീവിതം മാറും. നന്മയ്ക്ക് പകരം തിന്മ വരും. നന്മ വരണമെങ്കിൽ പറയേണ്ടവനോട് പറയണം. ജീവിത പ്രശ്നങ്ങൾ, ജീവിതഭാരങ്ങൾ, ജീവിത ഞെരുക്കങ്ങൾ, ഒന്ന് ദൈവദാസനോട് പറ. രണ്ട്, ദൈവദാസൻ പറഞ്ഞ ദൂത് കേട്ടിട്ട് വീട്ടിൻ്റെ അകത്ത് പോയി കഥകടച്ച് മക്കളുമായി ഒരുമിച്ചിരുന്ന് കുടുംബമായി പ്രാർത്ഥിക്ക്. പരസ്പരം കൈകോർത്തൊന്ന് പിടിച്ച് അപ്പൻ്റെ സന്നിധിയിൽ ഒന്ന് കരമുയർത്തിയാൽ ഹല്ലേലൂയ, സ്വർഗം തുറക്കപ്പെടും. സ്വർഗം തുറക്കപ്പെടും. നിറയ്ക്കും, ഓരോന്നായിട്ട് നിറയ്ക്കും, ഓരോന്നായിട്ട് നിറയ്ക്കും. നിൻ്റെ പാനപാത്രങ്ങളെ നിറയ്ക്കും. നിൻ്റെ ജീവിതത്തിലെ ഓരോ അനുഗ്രഹങ്ങളെയും കർത്താവ് നിറയ്ക്കും. ഓരോ വസ്തുക്കളെയും ദൈവം നിറയ്ക്കും. ഓരോ തലമുറകളെയും നിറയ്ക്കും. ഓരോ പാത്രങ്ങളായി നിറയ്ക്കും. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ കാണുകയാണ്, ആലയത്തിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഓരോ ജീവിതവും ഓരോ പാത്രമാണ്. അവൻ ചോർച്ചയില്ലാത്ത പാത്രമായി നിൽക്കുക. ഹല്ലേലൂയ. ശുദ്ധീകരിക്കപ്പെട്ട പാത്രമായി നിൽക്കുക. ആലയത്തിൽ വന്ന നമ്മെ കർത്താവ് ഇവിടെ നിന്ന് നിറച്ചിട്ടേ അയക്കത്തുള്ളൂ. എല്ലാത്തിനെയും നിറയ്ക്കുന്ന ദൈവം നിറഞ്ഞത് ഓരോ ഭാഗത്തിലും മാറ്റി വയ്ക്കുമ്പോൾ ഹല്ലേലൂയ, അമേരിക്കക്കാരൻ്റെ പണത്തിന് വേണ്ടി ആശ്രയിച്ച് നിൽക്കണ്ട. ഗൾഫുകാരൻ്റെ പണത്തിന് വേണ്ടി ആശ്രയിച്ച് നിൽക്കണ്ട. ഹല്ലേലൂയ. സഹായം ആകാശത്തെ ഭൂമിയിൽ നിർമ്മിച്ച ദൈവത്തിൽ നിന്ന് വരും. ഹല്ലേലൂയ. ആമേൻ. വീണ്ടും പറയാം, ഹല്ലേലൂയ. അവിടെ ഇവിടെ നോക്കണ്ട, മറ്റുള്ളവരെ ആശ്രയിക്കണ്ട. നിറയ്ക്കുന്ന ദൈവം തലമുറകളെ നിറയ്ക്കട്ടെ. 2024 ഓരോ പാത്രങ്ങളെയും നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. ആത്മാർത്ഥമായി എൻ്റെ അപ്പനോട് ഈ പകൽക്കാലം പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ വന്ന് മുഴങ്കാൽ മടക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ദൈവ സന്നിധിയിൽ ആഗ്രഹത്തോട് കടന്നു വരുന്ന ഒരു പാത്രത്തെ കൂടെ കർത്താവ് ശൂന്യമായി അയക്കരുത്, ഉറവോട് അയക്കരുത്. ഈ പാത്രമെല്ലാം നിറയട്ടെ. ഈ പാത്രങ്ങളെല്ലാം നിറയട്ടെ. മാതാപിതാക്കളെ നിറയ്ക്കണമേ, സഹോദരങ്ങളെ നിറയ്ക്കണമേ, യൗവനക്കാരെ നിറയ്ക്കണമേ, കൊച്ചു പൈതകളെ നിറയ്ക്കണമേ. ഭൂമിയിൽ എവിടെയും ആമേൻ ഒരു ജാതിയിടത്തിലും ചെയ്തിട്ടില്ലാത്ത അത്ഭുതങ്ങളെ ആമേൻ നിന്റെ ജനമൊക്കെ കാണത്തക്ക നിലയിൽ ഞാൻ ചെയ്യുമെന്ന് ദൈവം പറഞ്ഞ ഉടമ്പടിയെങ്കിൽ ഉടമ്പടിയിൽ വിശ്വസ്തനായ ദൈവം, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം. സമയം വേഗം മുമ്പോട്ട് പോയതുകൊണ്ട് 4 കാര്യം വേഗത്തിൽ പറയാം. ദൈവം ഉടമ്പടി നിവർത്തീകരിക്കണമെങ്കിൽ തടസ്സം മാറണം. അടുത്തുള്ളവർ കൈ കൊടുത്ത് പറഞ്ഞ്, ദൈവം ഉടമ്പടി നിവർത്തീകരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള കുറവ്, തടസ്സം മാറണം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 13:58 പറയുന്നു, അവരുടെ അവിശ്വാസം മുഖാന്തരം യേശുവിന് അവിടെ അധികം അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ എങ്കിൽ അവിശ്വാസമുള്ളവരുടെ ജീവിതത്തിൽ അവൻ നിറവ് വരത്തില്ല. അവൻ അവിശ്വാസമുള്ളവരുടെ ജീവിതത്തിൽ ഭൂമിയിൽ സകല ജനവും കാണുക അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം. പ്രസിഡന്റ് പാസ്റ്റർ ബാലസുന്ദരം കൺവെൻഷൻ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു. എത്ര പേർക്കത് ആമേൻ ഹല്ലേലൂയ മനസ്സിലുണ്ടെന്നറിയത്തില്ല. നെയ്യപ്പം എന്താ കേട്ടില്ലേ? പണ്ട് കാലത്ത് നെയ്യപ്പം ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഇതെന്താ നെയ്യപ്പം എന്ന് പേര് വന്നേ. അപ്പം പണ്ട് എന്തിനാ ചെയ്തത്? നെയ്യിൽ ചെയ്തു, അതുകൊണ്ട് അതിൻ്റെ പേരെന്തായി. ഇന്നിപ്പം എന്ത് ചെയ്യുന്നു? വെളിച്ചെണ്ണയിൽ. അപ്പം വെളിച്ചെണ്ണയിൽ ചെയ്തതിന് വെളിച്ചെണ്ണപ്പം എന്നല്ലേ പറയേണ്ടത്. എന്താ, നമുക്കും പണ്ട് വിശ്വാസി എന്ന പേരുണ്ടായിരുന്നു, ഇന്നും എൻ്റെ പേരാ. പറഞ്ഞേ എന്താ, എന്തു പോയി? വിശ്വാസം പോയി. ഹല്ലേലൂയ. ജാതികൾക്ക് വിശ്വാസമുണ്ടെന്നേ, ലോകത്തിലുള്ളവർക്ക് വിശ്വാസമുണ്ട്. എത്ര പേര് ടി വിയിൽ കണ്ടിട്ട് പ്രാർത്ഥനാ വിഷയം പറയുന്നു, അവർക്ക് വിശ്വാസമുണ്ട്, അത്ഭുതങ്ങൾ നടക്കുന്നു. വലിയ പ്രവൃത്തി നടക്കുന്നു. സ്തോത്രം. ഓരോ ദേശത്തും പോകുമ്പോൾ, ഓരോ ജനത്തിൻ്റെ ഇടയിൽ പോകുമ്പോൾ കാണുന്ന വിശ്വാസമുണ്ട്. ആമേൻ. ഇന്നലെയിൽ കർത്താവ് പലരെ തൊട്ടു, സൗഖ്യമാക്കി. അവൻ ക്യാൻസർ സൗഖ്യമായത് കണ്ടു. ആമേൻ.
ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശുശ്രൂഷകൾ കണ്ണ് തുറന്നത് കണ്ടു, ചെവി കേട്ടത് കണ്ടു. ഹല്ലേലൂയ, എത്രയോ അത്ഭുതങ്ങൾ, എത്രയോ അടയാളങ്ങൾ, എത്രയോ വലിയ പ്രവർത്തികൾ. എന്നാൽ നമുക്കോ എന്നല്ല, വിശ്വാസമില്ല. ഭൂമിയിൽ മനുഷ്യകുമാരൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ ക്ഷാമനിമിത്തം, എടുക്കണ്ട, ക്ഷാമനിമിത്തം അമ്മമാർ മക്കളെ പാകം ചെയ്ത് കഴിക്കുന്ന ഒരു കാലഘട്ടം. യവത്തപ്പമില്ല, ധാന്യമില്ല, സകലതും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ എലീശ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, നാളെ ഈ നേരത്ത് സമരിയുടെ പടിവാതിൽക്കൽ ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കും. അപ്പോൾ എലീശ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ, നാളെ ഈ നേരത്ത് സമരിയുടെ പടിവാതിൽക്കൽ ശെക്കലിന് 1 ശയ ഗോതമ്പ് മാവും ശെക്കലിന് 2 ശയ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്തു. 2-ാമത്തെ വാക്യം, ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു പ്രമാണി, ആമേൻ, രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകവൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൻ്റെ കിഴിവാതിലുണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നിൻ്റെ കണ്ണുകൊണ്ട് അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ നാം കാണുക മാത്രമല്ല, നാം അനുഭവിക്കണം. സഭ പണിയപ്പെട്ടത് കണ്ടത് മാത്രം പോരാ, അതിൻ്റെ നന്മ അനുഭവിക്കണം. ഹല്ലേലൂയ. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ, അടയാളങ്ങളെ കാണുകയല്ല വേണ്ടത്, അനുഭവിക്കണം. എത്ര പേര് പറയും, ഞാൻ കാണുക മാത്രമല്ല അനുഭവിക്കും? അടുത്ത വാക്യം നിങ്ങൾ വായിച്ചാൽ 24 മണിക്കൂറിൽ ദൈവം അത്ഭുതം ചെയ്തു. അടുത്തുള്ളവർ കൈ കൊടുത്ത് പറഞ്ഞ്, 24 മണിക്കൂർ കൊണ്ട് ദൈവം അത്ഭുതം ചെയ്യും. എന്നാൽ വിശ്വസിക്കാത്തവൻ അത് കണ്ടു പടിവാതിൽക്കൽ ഇരുന്നപ്പോൾ, 3-ാം വാക്യം വേഗത്തിലിട്ട്, അവൻ ഉറങ്ങരുത്, വാക്യമിടുന്നവർ പറയുമ്പോൾ തന്നെ അടുത്ത് ഇടണം. ഹല്ലേലൂയ. അവൻ അങ്ങനെ താഴോട്ട് പോയാൽ, ഹല്ലേലൂയ, സ്തോത്രം, അവൻ കണ്ടു. എന്നാൽ ഹല്ലേലൂയ, അവൻ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ പുരുഷാരമെല്ലാം അവനെ നെരുക്കിയത് കൊണ്ട് വായിച്ചേ, രാജാവ് തനിക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകനെ വാതിൽക്കൽ വിചാരകനായി നിയമിച്ചിരുന്നു. ജനം അവനെ ചവിട്ടിക്കളഞ്ഞു. അടുത്ത വാക്യം കൂടെ, രാജാവ് ദൈവപുരുഷൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞിരുന്നത് പോലെ അവൻ മരിച്ചുപോയി. കണ്ടു, തിന്നില്ല, ചത്തും പോയി. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, എൻ്റെ അവിശ്വാസത്തെ മാറ്റണമേ. വിശ്വസിക്കുന്ന കർത്താവേ. മർക്കോസ് 9:24 ആമേൻ, ഒരു ബാലകൻ്റെ അപ്പൻ പറഞ്ഞു, വിശ്വസിക്കുന്ന കർത്താവേ, എൻ്റെ അവിശ്വാസം നീങ്ങുവാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. അത്ഭുതം നടക്കുവാൻ ഒന്ന് വിശ്വാസം. എല്ലാവരും പറഞ്ഞേ, 2024 കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദത്തം ഒന്ന് പറഞ്ഞേ, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഹല്ലേലൂയ. അല്പം കൂടെ ആഴത്തിൽ പറഞ്ഞാൽ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുക മാത്രമല്ല, അനുഭവിക്കുകയും ചെയ്യും. വിശ്വസിക്കാത്തവർ കാണും, അനുഭവിക്കത്തില്ല. ഈ പകൽക്കാലം ദൈവം ചെയ്യുന്ന നന്മ, അത്ഭുതം, അടയാളം, ആമേൻ, അത് അനുഭവിക്കുവാൻ ദൈവം ചെയ്യട്ടെ. ബാലൻ്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം ഒന്ന് ഹൃദയത്തിൽ കൈവച്ച് അപ്പനോട് പറ, എൻ്റെ അവിശ്വാസം നീങ്ങുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ, എനിക്ക് വിശ്വാസം തരണമേ. ഹല്ലേലൂയ. 2, അവൻ 1 വിശ്വാസമുള്ളവരായിരിക്കുക, 2 അനുസരണമുള്ളവരായി തീരുക. പറഞ്ഞേ, ഹല്ലേലൂയ. വിശ്വസിക്കുവാൻ കഴിയുന്നില്ലെങ്കിലും, സാധ്യതയില്ലെങ്കിലും അനുസരിക്കുക. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, അടുത്തുള്ളവരെ നോക്കി
അവൻ ലൂക്കോസ് 5:5 നാഥാ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല. അത് സാക്ഷ്യമാണ്. ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ലഭിച്ചില്ല, ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്തു, അനുഭവ സാക്ഷ്യമാണ്, ഒന്നും ലഭിച്ചില്ല. എന്നാൽ ഇപ്പോൾ അവൻ പറയുകയാണ്, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവേ, മനുഷ്യർ പറഞ്ഞത് ഞാൻ ചെയ്തു, പോലീസുകാർ ചെയ്തത് പറഞ്ഞത് ഞാൻ ചെയ്തു, അധികാരികൾ എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്തു, ലോകത്തിൽ പലരും പറഞ്ഞ ആലോചനകളെല്ലാം കേട്ട് അത് പ്രകാരമെല്ലാം ചെയ്തു. എന്നാൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല കർത്താവേ, അങ്ങയുടെ വാക്കിന് ഞാൻ വല ഇറക്കാം. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ സുവിശേഷം 2:5 ആമേൻ. മറിയ വന്ന് വേലക്കാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവൻ. ഹല്ലേലൂയ. അടുത്തുള്ളവർ കൈ കൊടുത്ത് വേഗത്തിൽ പറഞ്ഞു, യേശു പറഞ്ഞാൽ ചെയ്യണം, ദൈവം പറഞ്ഞാൽ ചെയ്യണം. ഹല്ലേലൂയ. അത് എത്ര വലുതായാലും ചെയ്യുക, ചെറിയ കാര്യമെങ്കിലും ചെയ്യുക. ആമേൻ. വിധവയോട് പറഞ്ഞത് ആമേൻ ഒരു ചെറിയ കാര്യമാണ്. എന്താ? വിധവയുടെ വീട്ടിൽ ഏലിയാവ് വന്നു. ആമേൻ. വിധവ ആമേൻ വിറക് പിറക്കുകയാണ്. എന്തിന്? ഒരു അപ്പം ചുട്ടിട്ട് താനും മകനും കടിച്ചിട്ട് ചാകാൻ വേണ്ടി വിറക് പിറക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചാകാൻ വിറക് പിറക്കണോ? ചാകുന്നവൻ ആഹാരം കഴിക്കണോ? എന്നാൽ ഹൃദയത്തിൽ ഒരു ആഴത്തിൽ ഒരു ആഗ്രഹമുണ്ട്, ഇത് കടിച്ചു കഴിയുമ്പോഴെങ്കിലും ജീവിക്കാൻ പറ്റുമോ? വെടിയിൽ പറയുന്നു ചാകാനെങ്കിൽ, എന്നാൽ അകത്ത് ചാകാൻ മനസ്സില്ല. ചില വാർദ്ധക്യ പ്രായമുള്ള ആൾക്കാർ പറയും, പാസ്റ്ററെ ഇനി ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല, പോയാൽ എന്നായി. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കിടപ്പിൽ കിടക്കാതെ ഒന്ന് തന്നെ ചെയ്താൽ മതി. ഇത് വാക്കിലേ ഉള്ളൂ. ഹൃദയത്തിൻ്റെ അകത്ത് ഇനിയും ഒരുപാട് എന്നുണ്ട്, ആഗ്രഹമുണ്ട്, ഇനിയും ചിലത് കാണണമെന്നുള്ള ചിന്തമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. വിധവയ്ക്ക് ചാകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതല്ല, പറഞ്ഞു പോയി കഷ്ടപ്പാട് കണ്ടപ്പോൾ. എന്നാൽ കർത്താവ് വന്നിട്ട് പറഞ്ഞു, ആമേൻ. ഹല്ലേലൂയ. പ്രവാചകൻ്റെ വാക്ക് ഇങ്ങനെയാണ്, ആദ്യം ചുടുന്ന അപ്പം നിനക്ക് വേണ്ടി എടുത്തു വച്ചത്, നിന്റെ മകന് വേണ്ടി എടുത്തു വച്ചത്, ആദ്യം ചുട്ടത്, അത് ചൂട് ആറുന്നതിന് മുൻപേ, അതിൻ്റെ കൊതി അടങ്ങുന്നതിന് മുൻപേ, നാക്കിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, നിങ്ങൾക്ക് ആർക്കും മനസ്സിലായി കാണത്തില്ല, അവൻ വിശപ്പുള്ളവനെ അപ്പം ചുടുമ്പോഴുള്ള ആ ആർത്തി അറിയത്തുള്ളൂ. അത് അവൻ ബിരിയാണി ഉണ്ടാകണമെന്നൊന്നുമില്ല. അവൻ വിശപ്പ് കൂടിയപ്പോൾ കല്ല് കിട്ടിയാൽ തിന്നാനുള്ള ഒരു മനസ്സുണ്ടാകും. അവൻ വിശപ്പ് മൂത്തിട്ട് അവൻ ഹല്ലേലൂയ കാട്ടിൽ കിടന്ന പലതും പറിച്ച് കടിച്ചവരില്ലേ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ അമ്മയുടെ ഹൃദയത്തിൽ, ഈ വിധവയുടെ ഹൃദയത്തിൽ ആ അപ്പം ചുട്ടപ്പോൾ കൊതിയൂറിക്കൊണ്ടിരിക്കുക, വെള്ളം വന്നുകൊണ്ടിരിക്കുക. എന്നാൽ അത് കഴിക്കാൻ പറ്റിയില്ല. അത് എടുത്തിട്ട് പ്രവാചകന്റെ കയ്യിൽ കൊടുത്തു. അനുസരണം. പറഞ്ഞേ, ത്യാഗത്തോട് കൊടുക്ക. ഓ ഹല്ലേലൂയ. ജീവിതത്തിന് വേദനയുണ്ട്, വിശപ്പുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പം ചുട്ടപ്പോൾ. എന്നാൽ അതെടുത്ത് ദൈവ വചനപ്രകാരം ഒന്ന് കൊടുത്തപ്പോൾ ഭൂമിയിൽ എവിടെയും ആമേൻ ചെയ്തിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന് മുൻപാകെ ഞാൻ ചെയ്യും. ഓ ഹല്ലേലൂയ. കർത്താവായ യേശു പറഞ്ഞു, ഏലിയാവിടെ കാലഘട്ടത്തിൽ പല വിധവമാർ ഉണ്ടെങ്കിലും ഏലിയാവിനെ ദൈവം അയച്ചത് സാറബാത്തിലേക്കായിരുന്നു. അതേ ദൈവം ഇന്ന് പകൽക്കാലം സാറബാത്തിലേക്ക് വന്നതുപോലെ നമ്മുടെ ഭവനത്തെ തേടി, ചില കുടുംബത്തെ തേടി വന്നിരിക്കുന്നു. അവൻ ആദ്യമായി പറഞ്ഞതൊന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ, ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ, ദൈവനാമത്തിന് വേണ്ടി ചെലവഴിക്കുവാൻ നിന്റെ കൈയൊന്ന് നീട്ടിക്കേ. ആമേൻ. സമർത്ഥമായി ദൈവം തരും.
പിന്നെ ചുട്ടത് തീർന്നില്ല. കലശത്തിലെ മാവ് കുറഞ്ഞില്ല, കലത്തിലെ എണ്ണ കുറഞ്ഞില്ല. ആ ക്ഷാമകാലം തീരുന്നത് വരെ അവൾ മാത്രമല്ല, അവളുടെ മകൻ മാത്രമല്ല, അവളുടെ കുടുംബക്കാർ, ചാർച്ചക്കാർ സകലരും ഭക്ഷിക്കുവാനുള്ളത് ദൈവം നൽകിയെങ്കിൽ അനുസരിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഇന്ന് പകൽക്കാലം അനുസരിക്കുവാൻ മനസ്സുണ്ടോ? കർത്താവിൻ്റെ വചനം സ്വീകരിക്കുവാൻ മനസ്സുണ്ടോ? ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. 3 വിശുദ്ധ ജീവിതത്തിന് അതിപ്രധാനമുണ്ട്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം. ഹല്ലേലൂയ. യോശുവ പറഞ്ഞു, ഇന്ന് നിങ്ങളെ ശുദ്ധീകരിപ്പീൻ. പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ശുദ്ധീകരിക്കപ്പെടണം. ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? നിർത്താം. വിശുദ്ധി വേണം. പറഞ്ഞേ, എന്നെ വേണം? நீங்கள் உங்களை பரிசுத்தம் பண்ணிக்கொள்ளுங்கள், நாளை உங்கள் நடுவில் கர்த்தர் அற்புதங்களை செய்வார். ശുദ്ധീകരിക്കണം. വീട്ടിനകത്ത് വച്ചിരിക്കുന്നത് എടുത്ത് മാറ്റണം. ഹൃദയത്തിൽ എടുത്തു വച്ചിരിക്കുന്നത് എടുത്തു മാറ്റണം. ഈ ഹൃദയത്തിൻ്റെ അകത്ത് കയ്പ് വയ്ക്കുവാനുള്ളതല്ല, പക വയ്ക്കുവാനുള്ളതല്ല, പിണക്കം വയ്ക്കുവാനുള്ളതല്ല, ക്ഷമിക്കാത്ത ഹൃദയമായിരിക്കുവാനുള്ളതല്ല. അവൻ വല്ലതുമെല്ലാം കയറ്റി അകത്ത് വെച്ചിട്ട് അവൻ ഇങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. എന്തുവാ, എന്നത് പറയുന്നില്ല, പോട്ടെ. ആമേൻ. ഹല്ലേലൂയ. നടക്കരുത്. ശുദ്ധീകരിക്കപ്പെടുക. ഹൃദയത്തിൽ കൈവച്ചെന്ന് പറഞ്ഞ് എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. 2, കുടുംബത്തെ ശുദ്ധീകരിക്കണമേ. വീട് ശുദ്ധീകരിക്കപ്പെടട്ടെ. ആമേൻ. ഇന്ന് ശുദ്ധീകരണം ആദ്യം വേണ്ടത് മൊബൈലിൻ്റെ അകത്താണ്. ആരും ആമേൻ പറയുന്നില്ല. അപ്പം പല കള്ളികളും കള്ളന്മാരും ഇതിൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. എവിടെ അത്ഭുതം നടക്കാനാ? എവിടെ തലമുറ ഗുണം പിടിക്കാനാ? തലമുറയുടെ മേൽ ശാപം വരുത്തി വയ്ക്കരുത്. നിൻ്റെ മൊബൈൽ, നിൻ്റെ കോണ്ടാക്റ്റ് ലിസ്റ്റ്, ആമേൻ, നിൻ്റെ ഹല്ലേലൂയ സ്തോത്രം എന്തുവാ, ആമേൻ, ഹല്ലേലൂയ, ചാറ്റിംഗ് ആൻഡ് ചീറ്റിംഗ്, ആമേൻ, ഹല്ലേലൂയ, നെറ്റും, ആമേൻ, വലയും, ആമേൻ, ഗണിയും, ഇൻ്റർനെറ്റ്, ഇൻ്റർഗണി ഇല്ലേ? നെറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഗണി. വല എന്ന് പറയുന്നേക്കാൾ എന്തുവാ? ഗണി. പലതും ഗണിയിൽ കുടുങ്ങിക്കിടക്കുക, പുറത്തു വരുവാൻ കഴിയാതെ. ഒരു ശുദ്ധീകരണം ഉണ്ടാകട്ടെ. ആമേൻ. സ്വത്രം. മൊബൈൽ വേണ്ടാന്ന് പൊട്ടിച്ചെറിഞ്ഞാലും സാരമില്ല, കർത്താവിൻ്റെ ശുദ്ധീകരണം ഉണ്ടാകട്ടെ. ആമേൻ. ഭാര്യയ്ക്കറിയാത്ത ബന്ധങ്ങൾ, ഭർത്താവിനറിയാത്ത ബന്ധങ്ങൾ, അപ്പന് അമ്മയ്ക്ക് അറിയാത്ത ബന്ധങ്ങൾ. ഇന്നലെ ഒരു വാർത്ത കേട്ടില്ലേ? കേട്ടില്ല? തിരുവനന്തപുരം. അല്ലെങ്കിൽ അപ്പനും അറിഞ്ഞില്ല, അമ്മയും അറിഞ്ഞില്ല, പിന്നെ റോട്ടിൽ കിടന്നു. സ്തോത്രം. ഇൻസ്റ്റഗ്രാം എന്തുവാ? ഹല്ലേലൂയ. ഫേസ്ബുക്ക്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിനക്കൊരു ഭാര്യയെ കിട്ടും, നിനക്കൊരു ഭർത്താവിനെയും കിട്ടും. എന്നാൽ നിങ്ങളിൽ ജനിച്ച മക്കൾക്ക് ഒരപ്പനെ കിട്ടത്തില്ല, അമ്മയെ കിട്ടത്തില്ല. കുടുംബം തകർക്കരുത്. വിശുദ്ധ ജീവിതം, കണ്ണുകളോട് ഉടമ്പടി, ഹൃദയത്തോട് ഉടമ്പടി. ഭൂമിയിൽ ദൈവം ഉന്നതനാക്കും, ഭൂമിയിൽ ഉയർത്തും. എത്രത്തോളം നിന്നെ ഉയർത്തുവാൻ കഴിയുമോ അത്രയ്ക്ക് ദൈവം ഉയർത്തും. എത്രയ്ക്ക് മാനിക്കുവാൻ കഴിയുമോ അത്രയ്ക്ക് ദൈവം മാനിക്കും. ഹല്ലേലൂയ. സ്തോത്രം. കണ്ണുകൾ അടയ്ക്കുക, പ്രാർത്ഥിക്കുക. ഉടാലാറാബ. 3 കാര്യം. 1 വിശ്വാസം, 2 അനുസരണം, 3 വിശുദ്ധ ജീവിതം. ഇതുണ്ടെങ്കിൽ ഭൂമിയിൽ എവിടെയും ഏത് ജനത്തിൻ്റെ നടുവിലും ചെയ്തിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ചെയ്യും. നിന്നോട് സഹവാസം ചെയ്തു പോരുന്ന സകല ജനവും
ആമേൻ യഹോവയുടെ പ്രവൃത്തിയെ കാണും. എല്ലാവരും ദിവസം എഴുന്നേറ്റ് നിൽക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ. ആരും അവിടെ ഇവിടെ ഓടണ്ട, ആരെയും നോക്കണ്ട. ആമേൻ. ഇത് എൻ്റെ ഭർത്താവിനുള്ള ദൂതാന്ന് പറയരുത്. എൻ്റെ